എം.ടി. വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി കലാകേന്ദ്ര ചോമ്പാലയും യുവസാരഥി കണ്ണൂക്കരയും ചേർന്ന് നീളാതീരം എന്ന പേരിൽ നൃത്തസംഗീത പരിപാടി 7-ന് വടകര മുനിസിപ്പൽ ടൗൺഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കലാകേന്ദ്ര ചോമ്പാലയുടെയും യുവസാരഥി കണ്ണൂക്കരയുടെയും സംയുക്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ വരുന്ന മെയ് 7-ാം തീയതി വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ട് എം.ടിയെ സ്മരിക്കുന്ന എം.ടിയുടെ ഓർമ്മകളെ ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് നീളാതീരം. ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പ്രമുഖ സാഹിത്യകാരൻ ശ്രീ എം.ടി. വാസുദേവൻ നായരുടെ പത്നിയും മകളുമാണ് ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏപ്രിൽ 5-നായിരുന്നു ആദ്യം പരിപാടി ഫിക്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ ഇതുകൊണ്ട് മെയ് 7-ലേക്ക് മാറ്റിയതാണ്. പഠിക്കുന്ന സമയത്തൊക്കെ എം.ടിയുടെ ഒരു ആരാധകനായിരുന്നു. എം.എ. മലയാള സാഹിത്യം പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളാണ് ചെറുകഥകൾ, പിന്നെ സിനിമയായപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥ, എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയായപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊരു പ്രോജക്റ്റ് PGക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള അദ്ദേഹത്തോടുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ട്രൈബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എം.ടി സിനിമകളിലെ ഗാനങ്ങളുടെ മത്സരം, എം.ടി സിനിമകളിലെ ഗാനങ്ങൾ മാത്രം കരോക്കെ രീതിയിൽ ഒരു 10-50 പേർ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഡ്യുവറ്റ്, സിംഗിളായിട്ടുള്ള പാട്ടുകളുടെ മത്സരം. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് എം.ടി സിനിമകളിലെ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം, അപൂർവ ഗാനങ്ങൾ, അതായത് ഒരുപാട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നൊസ്റ്റാൾജിയ തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം. അത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്, പ്രേംജിത്ത് ചോമ്പാല. അപ്പോൾ നമ്മുടെ നക്ഷത്രങ്ങളുടെ പാട്ട്, വൈശാലിയുടെ പാട്ട്, പിന്നെ വടക്കൻ വീരഗാഥയിലെ പാട്ട്, പഴശ്ശിരാജ, പരിണയം, പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ, പിന്നെ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, അങ്ങനെയുള്ള സിനിമകളുടെ നൃത്താവിഷ്കാരം ചെറിയ കുട്ടികൾ മുതൽ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഉണ്ട്. അതിൽ ഏകദേശം 70ഓളം നർത്തകരാണ് പങ്കെടുക്കുന്നത്. ഞാനുൾപ്പെടെ 70ഓളം നർത്തകന്മാർ. എൻ്റെ പേരാണ് നീളാതീരം, പ്രോഗ്രാമിൻ്റെ പേരാണ് നീളാതീരം. അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് പിന്നെ ചടങ്ങാണ്, സാംസ്കാരിക പരിപാടിയാണ്. അതിൽ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നതും പിന്നെ പങ്കെടുക്കുന്നതുമായിട്ടുള്ള ഉപഹാരം കൊടുക്കുന്നതും പ്രസിദ്ധരായ 3 സിനിമാ താരങ്ങളാണ്. ഏകദേശം അതിലൊരാൾ കൺഫേം ആയിട്ടുണ്ട്. മറ്റു 2 നമ്മൾ പറയാത്തതെന്ന് വെച്ചാൽ അവരുടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുള്ളത് കൊണ്ടാണ്. അപ്പം ഒന്ന് നമ്മുടെ ദൃശ്യം സിനിമയിലെ മോഹൻലാലിൻ്റെ മകളെ ദ്രോഹിക്കുന്ന ക്യാരക്ടർ അഭിനയിച്ച റോഷൻ ബഷീറാണ്. അദ്ദേഹമാണ് പിന്നെ കുട്ടികൾക്ക് ഉപഹാരം സമർപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ, എൻ്റെ ഒരു നോവലുണ്ട്, ഒരു പരാജിതൻ്റെ കഥ എന്നൊരു നോവൽ അന്ന് പബ്ലിഷ് ചെയ്യാണ്. പിന്നെ അതിനുശേഷം മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഞാൻ എഴുതിയ ഒരു തിരക്കഥയുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ്ങും അന്ന് നടക്കും. പിന്നെ BSSൻ്റെ ഒരു ദേശീയ പുരസ്കാരം, ശ്രേഷ്ഠ സേവാ രത്നം എന്നറിയപ്പെടുന്ന മറ്റൊരു ദേശീയ പുരസ്കാരം ഈ ഒരു 2026 നേടുകയുണ്ടായി. അതിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങും അന്ന് ആ വേദിയിൽ വെച്ച് നടക്കും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.